Good morning everyone. I welcome you to today's Max video class. In the previous class, we have learned about variable and equations. Today, we are going to study how we solve the equation. We discussed about the how we solve the equation. What is equation? In the previous class, what is equation? Equation is the condition on a variable. The condition is that two expressions should have equal value, not that at least one of two expressions must contain a variable. Equation is a condition on a variable. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇക്വേഷൻ എഴുതുന്നതിനെ പറ്റിയായിരുന്നു നമ്മൾ പഠിച്ചത്. ഈ പ്രാവശ്യം നമ്മൾ പഠിക്കുന്നത് സോൾവിങ് ആൻഡ് ഇക്വേഷൻ. ഒരു ഇക്വേഷൻ എങ്ങനെ സോൾവ് ചെയ്യാം. സോൾവിങ് ആൻഡ് ഇക്വേഷൻ. എന്നിട്ട് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ അതിനകത്തൊരു ഈക്വൽ സൈൻ ഉണ്ട്. അതായത് 8 - 3 = 4. 4 + 1. ഇതൊരു ഇക്വേഷനാണ്. എന്താ കാര്യം? അതിനകത്തൊരു ഈക്വൽ സൈൻ ഉണ്ട്. ഇത് LHS, ഇത് RHS. ഒരു ഇക്വേഷനകത്ത് LHS കാണും, RHS കാണും. LHS = RHS ആയിരിക്കണം, എന്നാലേ അതെന്താകത്തുള്ളൂ, ഇക്വേഷൻ ആകത്തുള്ളൂ. ഇത് ഈക്വാലിറ്റി ഹോൾഡ്സ് സിൻസ് ബോത്ത് ഇറ്റ്സ് സൈഡ്സ് ആർ ഈക്വൽ. ബോത്ത് ഇറ്റ്സ് സൈഡ്സ് ആർ 5. 8 - 3 = 5. 4 + 1 = 5. അന്നേരം ഇക്വാലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? ഈ LHSഉം 5 ആയിരിക്കണം, RHSഉം 5 ആയിരിക്കണം. വേറെ ആണെങ്കിൽ വേറെ ആൻസർ ആയിരിക്കണം. രണ്ടും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ലെറ്റ് us now add 2 to both sides. 8 - 3 add 2 to both sides. 4 + 1 is RHS. അതിൻ്റെ കൂടെ 2 ആഡ് ചെയ്തു. എന്നിട്ട് രണ്ടുള്ളിടത്തും നമ്മൾ ആഡ് ചെയ്തു. ആഡ് ചെയ്തപ്പോൾ എന്ത് കിട്ടി? 8 - 3 5. 5 + 2 7. 4 + 1 5. 5 + 2 7. അന്നേരം LHS = 7. RHS = 7. Again the equality holds. LHS and RHS are equal. അന്നേരം നമ്മൾ ഒരു ഇക്വേഷനകത്ത് LHSൽ ഒരു നമ്പർ കൊണ്ട് ആഡ് ചെയ്യുമ്പോൾ അതേ നമ്പർ തന്നെ RHSലും നമുക്ക് ആഡ് ചെയ്യുമ്പോൾ ആ ഇക്വേഷന് എന്തോ വരുന്നില്ല, മാറ്റമൊന്നും വരുന്നില്ല. Thus, if we add the same number to both sides of an equality, it still holds. Let us now subtract from both sides. ഇനി നമ്മൾ ഈ 8 - 3 = 4 + 1 എന്നുള്ള ഇക്വേഷനിൽ നമ്മളൊരു നമ്പർ സബ്സ്ട്രാക്ട് ചെയ്യാമെന്ന് വെച്ചു. 2 എന്നുള്ള നമ്പർ മൈനസ് ചെയ്തു. 4 + 1 - 2. 8 - 3 5. 5 - 2 3. 4 + 1 5. 5 - 2 = 3. അന്നേരം നമ്മൾ മൈനസ് ചെയ്തപ്പോഴും let us now subtract 2 from both sides. As a result, LHS = 3, RHS = 3. Again equality holds. അന്നേരം നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്താലും ഇക്വാലിറ്റി എന്തെടുത്തു? സെയിം ആയി അല്ലേ? ഇക്വാലിറ്റി ഹോൾഡ്സ്. Thus, if we subtract the same number from both sides of a equality, it still holds. അന്നേരം നമ്മൾ എന്തൊക്കെ പഠിച്ചു? If we add the same number to both sides, the equality it still holds. Same time, we subtract the same number from both sides of an equality, it still holds. അന്നേരം പ്ലസ് ചെയ്താലും മൈനസ് ചെയ്താലും ഈ ഇക്വാലിറ്റിക്ക് എന്തോ വരുന്നില്ല, മാറ്റമൊന്നും തന്നെ വരുന്നില്ല. അന്നേരം LHSൽ നമ്മൾ മൈനസ് ചെയ്യുവാണെങ്കിൽ RHSലും എന്തോ എടുക്കണം? മൈനസ്. ആ നമ്പർ കൊണ്ട് തന്നെ മൈനസ് ചെയ്താൽ ഇക്വാലിറ്റിക്ക് എന്തോ മാറ്റം വരുന്നില്ല, ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. സിമിലർലി വി ക്യാൻ മൾട്ടിപ്ലൈ. ഇപ്പോൾ 8 - 3
അതിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ 2 നമ്പർ ആയതുകൊണ്ട് ബ്രാക്കറ്റ് ഇട്ട് 4 + 1 അതിനെ നമ്മൾ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 8 - 3 5. 5 × 5 25. 4 + 1 5. 5 × 5 25. അന്നേരം സിമിലർലി വി മൾട്ടിപ്ലൈ the both sides of an equality by the same number, it still holds. എന്നാൽ മൾട്ടിപ്ലൈ ചെയ്താലും എന്തെടുക്കുന്നില്ല, ഈ ഇക്വാളിറ്റിക്ക് മാറ്റമൊന്നും വരുന്നില്ല. അതേപോലെ വി ഡിവൈഡ് ബോത്ത് സൈഡ്സ് ഓഫ് ദ ഇക്വാലിറ്റി. ഇവിടെ ഇപ്പം 8 - 3 / 5. 4 + 1 ഡിവൈഡഡ് ബൈ 5. 5 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. അന്നേരം 8 - 3 5 അല്ലേ. 5/5 1. 4 + 1 5. 5 + 5 1. എന്നാൽ ഡിവൈഡ് ചെയ്താൽ ഇക്വാലിറ്റി വല്ലതും സംഭവിക്കുന്നുണ്ടോ? ഇല്ല. LHS = RHS. അന്നേരം സിമിലർലി വി ക്യാൻ മൾട്ടിപ്ലൈ ഓർ ഡിവൈഡ് ബോത്ത് സൈഡ്സ് ഓഫ് ദ ഇക്വാലിറ്റി ബൈ ദ സെയിം നമ്പർ, ഇറ്റ് സ്റ്റിൽ holds. For example, let us multiply both sides of the equality by 3. ഇവിടെ നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. 8 - 3 = 4 + 1. 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ 2 നമ്പർ ഉള്ളതുകൊണ്ടാണ് നമ്മളിതിനെ ബ്രാക്കറ്റ് ഇടുന്നത്. ഇതും എന്തെടുത്തു? 3 ഇൻറ്റു മൾട്ടിപ്ലൈ ചെയ്തു. അതായത് 3 × 5. 3 × 5 രണ്ടും 15 കിട്ടിയല്ലോ. For example, let us multiply both sides of an equality by 3. We get LHS = 15 and RHS = 50. The equality holds. Equality holds. Let us now divide the both sides of the equality by 2. 2 കൊണ്ട് 8 - 3 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 4 + 1 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അന്നേരം 5/2. ഇവിടെയും നമുക്ക് എന്ത് കിട്ടി? 5/2 കിട്ടി. അന്നേരം ഡിവൈഡ് ചെയ്താലും ബോത്ത് സൈഡ്സ് ഓഫ് ദ ഇക്വാലിറ്റി ബൈ 2. എഗെയിൻ ദ ഇക്വാലിറ്റി ഹോൾഡ്സ്. If we take any other equality, we shall find the same conclusion. നമ്മൾ ഏത് നമ്പർ കൊണ്ട്, ഇപ്പോൾ 5 തന്നെയല്ല, ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ഡിവൈഡ് ചെയ്യാം, പിന്നെന്താണ് ഡിവൈഡ് പ്ലസ് ചെയ്യാം, മൈനസ് ചെയ്യാം. മൈനസ് ചെയ്താൽ ഈ ഇക്വാളിറ്റിക്ക് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. വി ഷാൽ ഫൈൻഡ് ഇൻ ദിസ് കേസ് ദാറ്റ് ഇക്വാളിറ്റി ഡസ് നോട്ട് ഹോൾഡ്. അന്നേരം ഇത് സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ എന്തൊക്കെയെന്ന് പറയാം? ഇത് ഇക്വാളിറ്റി എന്തല്ലെന്ന് പറയാം? സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെന്ന് പറയാം. ദാറ്റ് ഈസ് ഇറ്റ്സ് ബോത്ത് സൈഡ് ആർ നോട്ട് ഈക്വൽ. ഇപ്പോൾ LHSഉം RHSഉം ഈക്വൽ അല്ലെങ്കിൽ നമുക്കെന്ത് പറയാം? ബോത്ത് സൈഡ്സ് ആർ നോട്ട് ഈക്വൽ. ഈക്വൽ അല്ലെങ്കിൽ അതെന്തല്ല? ഇക്വേഷൻ അല്ലെന്ന് പറയാം. Thus we fail to do same mathematical operation on both sides of the equality. The equality does not hold. അന്നേരം ഒരു ഈക്വൽ സൈനിൽ LHSഉം RHSഉം ഈക്വൽ അല്ലെങ്കിൽ ഇതെന്തല്ല? ഇക്വാലിറ്റി ഡസ് നോട്ട് ഹോൾഡ് എന്ന് പറയാം. The equality that involves variable is an equation. These conclusions are also valid for equation. ഇക്വേഷന് മാത്രമേ ഉള്ളൂ ഇത്. ഇക്വേഷൻ ആണെങ്കിൽ മാത്രമേ ഈ കണ്ടീഷൻ എന്തെടുക്കത്തുള്ളൂ? സാറ്റിസ്ഫൈ ചെയ്യത്തുള്ളൂ അല്ലേ? എന്താ കാര്യം? ഇപ്പം വേരിയബിൾ വന്നു x + 3 = 6. ഇതല്ലേ ഇക്വേഷൻ. ഇതുവരെ നമ്മൾ 8 - 3 നമ്പേഴ്സ് മാത്രമായിരുന്നു. ഇനി നമ്മൾ വേരിയബിൾ ഉപയോഗിച്ചുള്ള ഇതാ പറഞ്ഞേക്കുന്നത്. ഇനി വേരിയബിൾ ഉപയോഗിച്ച് ദീസ് കൺക്ലൂഷൻസ് ആർ ആൾസോ വാലിഡ് ഫോർ ആൻ ഇക്വേഷൻ. ഇങ്ങനെയുള്ള ഇക്വേഷൻ. ആസ് ഇൻ ഈച്ച് ഇക്വേഷൻ വേരിയബിൾ റെപ്രസെൻറ്റ് ദ നമ്പർ ഉള്ളി. ഇവിടെ നമ്പരായിരുന്നു. ഇവിടെ നമ്പർ മാത്രമുള്ള ഇക്വേഷൻ ആയിരുന്നു. ഇനി നമ്മൾ എന്തോർത്തു? വേരിയബിളുള്ള ഇക്വേഷനിലോട്ട് നമ്മൾ വരുവാണ് അല്ലേ? അന്നേരം വേരിയബിളിലുള്ള ഇക്വേഷനിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പം സോൾവിങ് ദ ഇക്വേഷൻ എന്ന് പറഞ്ഞു വന്നാൽ ഇവിടുത്തെ വേരിയബിളിൻ്റെ വിലയാണ് നിങ്ങൾ കണ്ടുപിടിക്കുന്നത്. സോൾവ് ചെയ്യാൻ പറഞ്ഞാൽ എന്തോ മീൻ ചെയ്യുന്നത്? ഇവിടുത്തെ വേരിയബിൾ ഏതാണ്? വേരിയബിൾ എന്താണ്? എക്സ്. എക്സിൻ്റെ വിലയാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. എക്സിൻ്റെ വില കണ്ടുപിടിക്കാൻ നിങ്ങൾ എന്തോ ചെയ്യണം? എക്സ് + 3. എക്സ് മാത്രം മതി. പക്ഷേ ഇവിടെ എന്തോ അധികമുള്ളത്? +3 ആണ്. എന്നാൽ +3 നമ്മൾ ചെയ്യാൻ എന്ത് ചെയ്യണം? x + 3 = 6 എന്നുള്ള ഒരു ഇക്വേഷനാണ്. നമുക്ക് ഏത് വേണം? x = എന്ന് മതി.
അതിന് വേണ്ടി ഇവിടെ +3 നമ്മൾ അവോയ്ഡ് ചെയ്യണം. +3 അവോയ്ഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താണ് ഇപ്പം പഠിച്ചത്? +3 അവോയ്ഡ് ചെയ്യണമെങ്കിൽ -3 കൊണ്ട് -3 മൈനസ് ചെയ്താൽ മതിയല്ലോ. +3 അവോയ്ഡ് ചെയ്യണമെങ്കിൽ അതിനെ എന്ത് കൊടുത്താൽ മതി? 3 കൊണ്ട് മൈനസ് ചെയ്താൽ മതി. അന്നേരം ഇക്വേഷൻ ആണെങ്കിൽ ഇവിടെ 3 മൈനസ് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് കൊടുക്കണം? 3 മൈനസ് ചെയ്യണം. അന്നേരം 3 - 3 എന്ത് കിട്ടും? 0. അന്നേരം x = 6 - 3 എന്തായി കിട്ടും? 3 ആയിട്ട് കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ എന്തെടുത്ത് ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത്. സോൾവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ വേരിയബിളിൻ്റെ വില നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതിന് നിങ്ങൾക്കൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം നമ്മളൊരു ത്രാസ്, നിങ്ങൾ ത്രാസ് കണ്ട് കാണുമല്ലോ, ത്രാസ്. ഇപ്പം ഇവിടെ നമ്മൾ വെയിറ്റ് ഇടുന്നു. ഇവിടെ 4 കിലോ വെയിറ്റ് ഇട്ടാൽ ഇവിടെ 4 കിലോ വിറകാണെങ്കിൽ വിറക് വെച്ചെങ്കിൽ മാത്രമേ ഈ ബാലൻസ് എന്താകത്തുള്ളൂ? ബാലൻസായിട്ട് നിൽക്കത്തുള്ളൂ. അതേപോലെ ഇക്വേഷൻ, ഇവിടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ x+3 ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കണം? 6 ആയിരിക്കണം. അന്നേരം ഇത് ബാലൻസ് ചെയ്യണമെങ്കിൽ ഇവിടെ മൈനസ് ചെയ്താൽ ഇവിടെയും എന്തെടുക്കണം? മൈനസ് ചെയ്യണം. എന്നാലേ നമുക്ക് ഈ ബാലൻസ് എന്തെടുക്കത്തുള്ളൂ? പിന്നെ ഈക്വലായിട്ട് കിട്ടത്തുള്ളൂ. മനസ്സിലായി? അന്നേരം കൺസിഡർ ദ ഇക്വേഷൻ x+3 = x+3. ഇപ്പോൾ ഒരു ഇതൊന്നുകൂടെ വരച്ച് കാണിക്കാം. ഇതിനകത്ത് x+3 ആണ്. ഇതിനകത്ത് എന്താണ്? 8 ആണ്. ഇതാ ഇക്വേഷൻ. ഇക്വേഷൻ എന്താണ്? x+3 = 8. അന്നേരം നമ്മൾ എന്തെടുത്തു? ഒരു ബാലൻസ് എടുക്കുന്നു അല്ലേ? The balance is imaginary and the numbers can be used the weights that can physically balanced against each other. This is the real purpose in presenting the principle. Let us some example. Consider the equation x+3 = 8. We shall subtract 3 from both sides of this equation. നമ്മൾ 3 മൈനസ് ചെയ്യണം അല്ലേ? 3 മൈനസ് ചെയ്തു. ഇവിടെ എന്തെടുത്തു? 3 മൈനസ് ചെയ്തു അല്ലേ? സിൻസ് ദിസ് ഡസ് നോട്ട് ഡിസ്റ്റർബ് ദ ബാലൻസ്. എന്താ കാര്യം? ബാലൻസ് കറക്റ്റ് ആയിരിക്കണമല്ലോ. അന്നേരം LHS = RHS കിട്ടാൻ എന്തെടുക്കണം? എക്സ് ഇത് 3 - 3 അങ്ങ് പോകും x. ഇവിടെ എന്ത് കിട്ടും? 8 - 3 എന്ത് കിട്ടും? 5. അന്നേരം ഇവിടെ ബാലൻസ് എന്ത് കിട്ടണം? x ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കണം? 5 ആയിരിക്കണം. വിച്ച് ഈസ് എക്സാക്ട്ലി വാട്ട് വി വാണ്ട്. ദ സൊല്യൂഷൻ ഓഫ് ദ ഇക്വേഷൻ ഈസ് x = 5. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. നമ്മളൊരു പിന്നെ ബാലൻസിൽ ഉപയോഗിക്കുന്ന പോലെ തന്നെ നമ്മളൊരു ത്രാസി ഉപയോഗിക്കുന്ന പോലെ ഈക്വേഷൻ്റെ LHS ഇവിടെയും RHS ഇവിടെയാണെങ്കിൽ നമ്മൾ ത്രാസിൽ നിന്ന് എന്തെങ്കിലും എടുത്താൽ ഇംബാലൻസ് ആയിപ്പോൾ. അത് നമ്മളിവിടെ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ അത് തന്നെ നമ്മൾ അപ്പുറത്തെ ത്രാസിലും നമ്മൾ ചെയ്യണം. എന്നാലേ നമുക്ക് എന്തെടുക്കത്തുള്ളൂ? ഇത് ഈക്വലായി വരത്തുള്ളൂ. അന്നേരം ഇവിടെ മൈനസ് ചെയ്യുവാണെങ്കിൽ ഇവിടെ എന്തെടുക്കണം? മൈനസ് ചെയ്യണം. ഇവിടെ പ്ലസ് ചെയ്യുവാണെങ്കിൽ അപ്പുറത്തും എന്തെടുക്കണം? പ്ലസ് ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ നമ്മൾ എന്തെടുക്കണം? അപ്പുറത്തും നമ്മൾ എന്തെടുക്കണം? മൾട്ടിപ്ലൈ ചെയ്യണം. ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ രണ്ട് സൈഡിലും എന്തെടുക്കണം? ഡിവൈഡ്. എന്നാൽ ടു കൺഫേം വി ആർ റൈറ്റ്, വി ഷാൽ പുട്ട് x = 5 in the original equation. By doing the right mathematical operation, ഇപ്പം നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യുക ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ദ ഇക്വേഷൻ, വി അറൈവ്ഡ് അറ്റ് ദ സൊല്യൂഷൻ ഓഫ് ദ ഇക്വേഷൻ. അനദർ എക്സാമ്പിൾ, x - 3 = 10. ഇവിടെ എന്ത് വന്നാൽ മതി? എക്സ് വന്നാൽ മതി. അന്നേരം -3 വന്നേ. എന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? x - 3, ഈ -3 മാറ്റാൻ എന്ത് കൊടുക്കണം? +3 മതി അല്ലേ? = 10 RHS കിടക്കുന്നത്. ഇവിടെ +3 ആണെങ്കിൽ ഇവിടെ എന്ത് കൊടുക്കണം? 3. അന്നേരം ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 0 അല്ലേ? അന്നേരം x = എന്ത് കിട്ടി? 30. അന്നേരം സൊല്യൂഷൻ ഓഫ് ദ ഇക്വേഷൻ ഈസ് x = 30. നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. നമ്മൾ ഒരേ നമ്പർ കൊണ്ട് നമ്മൾ എന്ത് കൊടുക്കണം? LHSലും RHSലും നമ്മൾ ഡിവൈഡ് ചെയ്യണം. അനദർ എക്സാമ്പിൾ, 5y = 35. അതായത് നിങ്ങൾ ആലോചിക്കണം, ഇവിടെ 5നെ എന്ത് കൊടുത്തേക്കുക? 5y കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേക്കുക. അന്നേരം നമുക്ക് സൊല്യൂഷൻ ഓഫ് ദ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇവിടെ എന്ത് മാത്രമേ വരാവൂ? y മാത്രമേ വരാവൂ. അന്നേരം ഇവിടെ കൂടുതൽ വന്നേക്കുന്ന ആരാണ്? 5 ആണ് അല്ലേ? 5 മൾട്ടിപ്ലൈ ചെയ്തേക്കുക.
എന്നാൽ 5 മാറണമെങ്കിൽ 5നെ എന്ത് കൊടുക്കണം? മൾട്ടിപ്ലൈ ചെയ്തേക്കുവാണെങ്കിൽ മാറണമെങ്കിൽ സബ്സ്ട്രാക്ട് ചെയ്താൽ പറ്റുമോ? ഇല്ല. പ്ലസ് ചെയ്താൽ പറ്റുമോ? ഇല്ല. അന്നേരം നമ്മൾ എന്ത് ചെയ്യണം? 5 ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്താലേ 5ഉം 5ഉം അങ്ങ് വെട്ടിപ്പോത്തുള്ളൂ. അന്നേരം RHSലും എന്ത് കൊടുക്കണം? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എന്നാൽ 5ഉം 5ഉം വെട്ടി. ഇതെന്ത് കിട്ടും? 7 കിട്ടി. y = എന്ത് കിട്ടി? 7 കിട്ടി. അന്നേരം 5y = 35 അല്ലേ? 35 കിട്ടാൻ ഇൻ ഫസ്റ്റ് കേസ് വി ഷാൽ ഡിവൈഡ് ബോത്ത് സൈഡ് ബൈ 5. ദിസ് വിൽ ഗിവ്സ് us ജസ്റ്റ് y ഓൺ LHS. LHS എന്ത് കിട്ടും? 5y/5 = y. RHS 35/5 = 7. This is the required solution. Now we can substitute y = 7 in the equation and check that it is satisfied. അന്നേരം ഇവിടെ 7 എന്നുള്ള വില കൊടുത്താൽ നമുക്ക് കിട്ടും 5y = 35 അല്ലേ ആദ്യത്തെ ക്വസ്റ്റ്യൻ. അന്നേരം 7 എന്നുള്ള വില ഇട്ട് കൊടുത്തേ. 5 × 7 35 കിട്ടിയില്ലേ? അന്നേരം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കിയാൽ നമ്മുടെ ആൻസർ ശരിയാണോ എന്ന് നമുക്ക് തന്നെ അറിയാം. ഈ കിട്ടുന്ന വില നമ്മൾ വൈക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇനി അനദർ എക്സാമ്പിൾ m/2 = 5. ഇങ്ങനെ വന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ച്, ഇവിടെ m മാത്രം വന്നാൽ മതി. ഇവിടെ 2 എന്ത് കൊടുത്തേക്കുന്നു? ഡിവൈഡ് ചെയ്തേക്കുന്നു. ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ മാറ്റാൻ വേണ്ടി എന്ത് കൊടുത്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അന്നേരം ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ എന്ത് കൊടുത്ത്? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഈ 2ഉം 2 അങ്ങ് പോയി കഴിഞ്ഞാൽ ഇവിടെ എന്ത് മാത്രമേ ഉള്ളൂ? m മാത്രമേ ഉള്ളൂ. m = 10. നമുക്ക് ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്യുന്ന ഇക്വേഷൻ എന്തുവാ? m/2 = 5 എന്നല്ലേ? എമ്മിൻ്റെ വില എന്താണ്? 10. 10/2 5 തന്നെ കിട്ടിയല്ലോ. എന്നാൽ നമ്മുടെ ആൻസർ എന്ത് കിട്ടും? നമുക്ക് തന്നെ ചെക്ക് ചെയ്തിട്ട് ആൻസർ ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. എന്നാൽ നിങ്ങൾക്ക് മനസ്സിലായില്ല എങ്ങനെയാണെന്ന്. വേറൊരു എക്സാമ്പിൾ വേണമെങ്കിൽ p - 10 = 50. എന്നാൽ നിങ്ങളെന്ത് ചെയ്യണം? p മാത്രം മതി. p മാത്രം വരാൻ എന്തെടുക്കണം? -10. 10 മൈനസ് ചെയ്തേക്കുക. അന്നേരം 10 മാറ്റണമെങ്കിൽ എന്തെടുക്കണം? മൈനസ് ചെയ്യുവാണെങ്കിൽ ഇവിടെ പ്ലസ് വരണം അല്ലേ? എന്നാൽ p - 10 + 10. അന്നേരം RHS 15 + 10. ഇതങ്ങ് പോകും ഇല്ലേ? ഇത് 0 കിട്ടും. എന്നാൽ p = എന്ത് കിട്ടി? 25 കിട്ടി. അനദർ എക്സാമ്പിൾ y - 6 = 4. ഇവിടെ -6 ആണ്. -6 മാറ്റാൻ എന്ത് ചെയ്യണം? +6. y - 6 + 6 = 4 + 6 = y ഇത് 0 കിട്ടും. y = 10 എന്ന് കിട്ടും. ഇനി 3y = 12. നിങ്ങൾ എന്തെടുക്കണം? ഇവിടെ 3 മൾട്ടിപ്ലൈ ചെയ്തേക്കുക. എന്നിട്ട് 3y/3 = 12/3. 3 വെട്ടിപ്പോയി അല്ലേ? എന്നാൽ y = എന്ത് കിട്ടി? 4 കിട്ടി. അന്നേരം നമ്മൾ ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുക, പ്ലസ് ചെയ്യുവാണെങ്കിൽ മൈനസ് ചെയ്യുക. ഇങ്ങനെ വി ക്യാൻ സീ ദാറ്റ് ഇൻ ദ എബോവ് എക്സാമ്പിൾ ദ ഓപ്പറേഷൻ വി നീഡ് ടു പെർഫോം ഡിപ്പെൻഡ്സ് ഓൺ ദ ക്വസ്റ്റ്യനെ ഡിപ്പെൻഡ് ചെയ്ത പോലെ. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ നമ്മൾ ഡിവൈഡ് ചെയ്യുക, ഇവിടെ മൈനസ് ചെയ്താൽ നമ്മൾ എന്ത് കൊടുക്കുക? പ്ലസ് ചെയ്യുക. അന്നേരം ഇക്വേഷനെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മൾ പ്ലസ് ചെയ്യണോ മൈനസ് ചെയ്യണോ എന്ന് നമ്മൾ നോക്കേണ്ടത്. Our attempt should be get the variable in the equation separated. അല്ലേ? Sometimes for doing we may have to carry out more than one mathematical operation. ഇനി ഇവിടെ ഇപ്പോൾ ഒരു മാത്തമാറ്റിക്കൽ ഓപ്പറേഷനേ നടന്നുള്ളൂ. എന്താ കാര്യം? 3y = 12. എന്നാൽ നമ്മൾ എന്ത് മാത്രം 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക മാത്രമേ ചെയ്തുള്ളൂ. ഇവിടെ 1 മാത്തമാറ്റിക്കൽ ഓപ്പറേഷനേ നടന്നുള്ളൂ. ഇനി നമുക്ക് മോർ ദാൻ 1 മാത്തമാറ്റിക്കൽ ഓപ്പറേഷനുള്ള ഇക്വേഷനും ഉണ്ട്. ഇവിടെ നമ്മൾ ഇപ്പോൾ y - 6 = 4. അന്നേരം നമ്മൾ ഒരു ഓപ്പറേഷനേ നടത്തിയുള്ളൂ. എന്തെടുത്തു? -6 അതെന്തായി മാറി? +6 വെച്ചു. അന്നേരം നമുക്ക് വേഗം സൊല്യൂഷൻ കിട്ടി. ചിലപ്പം ഒരു ഓപ്പറേഷൻ കൊണ്ട് നമുക്ക് y = 10 എന്ന് കിട്ടത്തില്ല. ചിലപ്പോൾ 2 ഓപ്പറേഷൻ നടത്തിയാലേ നമുക്ക് എന്തെടുക്കത്തുള്ളൂ? കിട്ടത്തുള്ളൂ. ഇനി അങ്ങനെയുള്ള ക്വസ്റ്റിനെ പറ്റിയാണ് പറയുന്നത്. അതെങ്ങനെയാണ് കിട്ടുന്നത്? solve 3n
പ്ലസ് 7 ഈസ് ഈക്വൽ ടു 25. അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് എന്നാ കിട്ടണ്ടേ. പക്ഷേ n കിട്ടണമെങ്കിൽ ആദ്യം 3 നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. ആദ്യം നമ്മൾ ഈ 7 മാറ്റിക്കളയണം. 7 മാറ്റിക്കളഞ്ഞിട്ട് വേണം പിന്നെ എന്തോ മാറ്റേണ്ടത്, 3 മാറ്റേണ്ടത്. അങ്ങനെ 2 ഓപ്പറേഷനാണ്. വി ഹാവ് ടു ക്യാരി ഔട്ട് മോർ ദാൻ 1 അല്ലെങ്കിൽ 2 മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ വേണം ടു സോൾവ് ദിസ് ഇക്വേഷൻ. നിങ്ങൾക്ക് മനസ്സിലായല്ലോ. മറ്റേ നമ്മൾ ഒരു ഇക്വേഷൻ ഒരെണ്ണം മാത്രം മതിയായിരുന്നു അല്ലേ. ഇവിടെ എല്ലാം നമ്മൾ ചെയ്തത് ഒരു ഇക്വേഷൻ മാത്രം നമുക്ക് മതിയായിരുന്നു. ഇപ്പോൾ എങ്ങനെയാണ് ഇവിടെ ചോദിച്ചേക്കുന്നത് 5y ഈസ് ഈക്വൽ ടു 35. ഇവിടെ നമ്മൾ എന്തെടുത്തു, 5y ഈസ് ഈക്വൽ ടു 35-നകത്ത് നമ്മൾ 5 മാത്രം ഡിവൈഡ് ചെയ്തു. ഓരോ ഓപ്പറേഷൻ മാത്രം കിട്ടിയപ്പോൾ നമുക്ക് y ഈസ് ഈക്വൽ ടു 7 എന്ന് കിട്ടി. പക്ഷേ ഇവിടെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നമുക്ക് 2 ഓപ്പറേഷൻ വേണ്ടി വരും. എന്താ കാര്യം, ആദ്യം 7 മാറ്റണം, പിന്നെ 3 മാറ്റണം, എന്നാലേ നമുക്ക് കിട്ടത്തുള്ളൂ. വി ഗോ സ്റ്റെപ്പ് വൈസ് ടു സെപ്പറേറ്റ് ദ വേരിയബിൾ n ഓൺ ദ LHS ഓഫ് ദ ഇക്വേഷൻ. അന്നേരം ആദ്യം ഞാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ പ്ലസ് 7 മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം, -7 ചെയ്യണം അല്ലേ. എന്നാൽ 3n പ്ലസ് 7 = 25 അല്ലേ. അന്നേരം +7 മാറ്റാൻ എന്തെടുക്കണം, -7. ഇവിടെ അന്നേരം എന്തെടുക്കണം, -7. 7 - 7 എന്ത് കിട്ടി, 0. എന്നാൽ 3n ഈസ് ഈക്വൽ ടു 25 - 7 ഈസ് ഈക്വൽ ടു 80. അന്നേരം കിട്ടിയല്ലോ. ഇനി നമ്മൾ എന്തെടുക്കണം, n കണ്ടുപിടിക്കണം. n കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, 3n ആകുമ്പോൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 18 എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം, 3. അന്നേരം 3 3 വെട്ടിപ്പോയപ്പം n ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി, 6 എന്ന് കിട്ടി. കണ്ട എന്നിൻ്റെ വില കിട്ടിയ. അന്നേരം ഇവിടെ എത്ര ഓപ്പറേഷൻ നടന്നു, ഇവിടെ മൈനസ് എന്നുള്ള ഒരു ഓപ്പറേഷനും നടന്നു, ഡിവിഷൻ എന്നുള്ള ഒരു ഓപ്പറേഷനും നടന്ന് 2 ഓപ്പറേഷൻ നടന്നപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്, ഇത് കിട്ടുക. വി ഷാൽ ഫസ്റ്റ് സബ്സ്ട്രാക്ട് 7 ഫ്രം ഇറ്റ് സോ ദാറ്റ് വി ഗെറ്റ് 3n. ഫ്രം ദിസ് ഇൻ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് വി ഷാൽ ഡിവൈഡഡ് ബൈ 3 to get n. Remember, we must do the same operation on the both side of the equation. Therefore, subtracting 7 from the both sides, 3n is equal to 18, and divide 3 on the both side, we get n is equal to 6. അന്നേരം നിങ്ങൾക്കത് മനസ്സിലായല്ലോ. Another example, 2p minus 1 is equal to 23. എന്നാൽ നിങ്ങൾക്ക് തന്നെ ചെയ്യാം. ആദ്യം എന്തെടുക്കണം, മൈനസ് മാറ്റണം. മൈനസ് മാറ്റണമെങ്കിൽ പ്ലസ് ഉണ്ട്. അന്നേരം ആദ്യം നമുക്ക് എങ്ങനെ എഴുതാം, 2p minus 1 is equal to 23. ഇച്ചിരി സ്ഥലം വിട്ടേക്കണേ. എന്നാൽ -1 വന്നാൽ നമ്മൾ എന്തെടുക്കണം, +1. ഇവിടെയും +1. ഇവിടെ എഴുതാനാണ് സ്ഥലം. അന്നേരം ഇത് 0 ആയിപ്പോൾ 2p is equal to എന്ത് കിട്ടി, 24 കിട്ടി. ഇനി p കിട്ടാൻ വേണ്ടി എന്തെടുക്കണം, 2 മൾട്ടിപ്ലൈ ചെയ്തേക്കുക. ഇവിടെ അന്നേരം എന്തെടുക്കണം, 2 ഡിവൈഡ് ചെയ്യണം. എന്നാൽ 24/2. 2 2 വെട്ടിപ്പോയി. p is equal to എന്ത് കിട്ടി, 12 എന്ന് കിട്ടി അല്ലേ. അന്നേരം വി ഷാൽ ആഡ് 1 to both sides. We get 2p is equal to 24. Now divide the both sides by 2. We get p is equal to 12, which is the solution. അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. One good practice you should develop is to check the solution you have obtained. എന്നാൽ നിങ്ങൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്തെങ്കിലേ എന്തെടുക്കത്തുള്ളൂ, നമുക്ക് നല്ലോണം ചെയ്യാൻ പറ്റത്തുള്ളൂ. അനദർ എക്സാമ്പിൾ, ഇപ്പം 4x + 5 is equal to 65. നിങ്ങൾ തന്നെ ഒന്ന് മനസ്സിൽ വിചാരിച്ച് 4x ആദ്യം നമ്മൾ എന്തെടുക്കണം, 4x + 5 ഇച്ചിരി ഗ്യാപ്പ് ഇട്ടിട്ട് 65 ഒന്നുകൂടെ എഴുതി. ഇനി +5നെ ആദ്യം മാറ്റുക. അന്നേരം -5. ഇവിടെയും -5. അന്നേരം ഇത് 0 ആയി മാറും. എന്നാൽ 4x is equal to 60. ഇനി എന്തെടുക്കണം, എക്സിനെ എന്തെടുത്തേക്കോ, 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേക്കോ അല്ലേ. അന്നേരം ഡിവൈഡ് ചെയ്യണം. 4x/4 60/4 ഈക്വൽ ടു എക്സ്. ഇതെത്ര കിട്ടും, 4x is equal to 50. അങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാൻ എളുപ്പമാണ്, വേഗം നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അന്നേരം നമ്മളിത് ചെയ്യുന്ന മനസ്സിലായല്ലോ.
അന്നേരം വേറൊരു എക്സാമ്പിൾ ഒന്നുകൂടെ ഒന്ന് ടീച്ചർ പറഞ്ഞുതരാം. 3s പ്ലസ് 12 is equal to 6. 6 വേണ്ട, 80. അന്നേരം ആദ്യം എന്ത് കൊടുക്കണം? 3s പ്ലസ് 12 അല്ലേ? ഒന്നുകൂടെ ഇക്വേഷൻ എഴുതുക. എന്നാൽ പ്ലസ് 12 വന്നാൽ -12, ഇവിടെയും -12. ഇത് 0 ആയി മാറും. 3s is equal to 80 minus 12 എന്ന് പറഞ്ഞാൽ 6. ഇനി 3s കിട്ടാൻ എന്ത് കൊടുക്കണം? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ? അന്നേരം s is equal to 3 എന്ന് കിട്ടും. s is equal to 3. അന്നേരം ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് പറയും. സോൾവ് ദ ഇക്വേഷൻ. അന്നേരം ഈ ഫസ്റ്റ് സ്റ്റെപ്പ് യു വിൽ യൂസ് ടു സെപ്പറേറ്റ് ദ വേരിയബിൾ ആൻഡ് ദെൻ സോൾവ് ദ ഇക്വേഷൻ. ഇനി നമ്മൾ നമ്മുടെ നോട്ടിനകത്ത് we solving an equation, same number, we add same number to both sides of an equality, it is still holds. അന്നേരം 8 minus 3 is equal to 4 plus 1, നമ്മൾ എന്തെടുത്തു? +2, ഇവിടെ എന്തെടുത്തു? +2. 7 is equal to 7. If we subtract the same number from the both sides of an equality, it is still holds. അന്നേരം ഇവിടെ 2 മൈനസ് ചെയ്തു, ഇവിടെ നമ്മൾ എന്തെടുത്തു? 2 മൈനസ് ചെയ്തു. അന്നേരവും നമുക്ക് LHS is equal to എന്ത് കിട്ടി? RHS കിട്ടി. If we multiply or divide both sides the equality by 3, അന്നേരം നമ്മൾ ഇൻറ്റു 5, ഇവിടെ ഇൻറ്റു 5, അന്നേരവും എന്തോ കിട്ടും? ആൻസർ കിട്ടി. അതുപോലെ ഇവിടെ ഡിവൈഡ് ചെയ്തപ്പോഴും എന്തോ എടുത്തു? നമ്മുടെ ആൻസർ സെയിം കിട്ടി. അന്നേരം ഇതിൽ നമുക്ക് എന്തോ മനസ്സിലാക്കുന്നത്? ഒരു ഇക്വേഷൻ്റെ LHSൽ മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം, ഡിവൈഡ് ചെയ്താൽ RHSലും ഡിവൈഡ് ചെയ്യണം, സബ്സ്ട്രാക്ട് ചെയ്താൽ RHSലും സബ്സ്ട്രാക്ട് ചെയ്യണം, പിന്നെ പ്ലസ് ചെയ്താൽ ഇവിടെയും എന്തെടുക്കണം? RHSലും പ്ലസ് ചെയ്താൽ ഇക്വേഷൻ ഒരു മാറ്റവും വരുന്നില്ല. സോൾവ് 3n + 7 is equal to 25. ഇത് നമ്മൾ ചെയ്യുന്നത് എങ്ങനെ? ആദ്യം 3n + 7 is equal to 25. ഇവിടെ +7, അന്നേരം -7, ഇവിടെയും മൈനസ്. എന്നാൽ 3n is equal to 7 - 7 എന്താണ്? 0. is equal to 25ന്ന് 7 മൈനസ് ചെയ്ത് എന്ത് കിട്ടും? 18. n is equal to എന്ത് കിട്ടി? 18/3 is equal to ഇത് 3n/3. അന്നേരം n is equal to എന്ത് കിട്ടി? 6 എന്ന് കിട്ടി. അനദർ എക്സാമ്പിൾ 2p - 1 is equal to 23. അന്നേരം ആദ്യം എന്തെടുത്ത്? 2p - 1 is equal to 23. എന്നാൽ ഞാൻ എന്തെടുത്ത്? 2p - 1 + 1 is equal to 23 + 1. അന്നേരം 2p is equal to 24. ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, ഇതിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. p is equal to എന്ത് കിട്ടി? 12 എന്ന് കിട്ടി. ഇനി 4x + 5 is equal to 65. അന്നേരം 4x + 5 - 5, 65 - 5. എന്നാൽ 4x is equal to 60. ഇനി 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അന്നേരം x is equal to 50. അന്നേരം ഇത് നമ്മൾ പഠിച്ചല്ലേ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അത് നമ്മൾ ആലോചിച്ചാൽ മതി. പ്ലസ് ചെയ്യണോ മൈനസ് ചെയ്യണോ, അത് ഇക്വേഷനെ ബേസ് ചെയ്തിട്ടാണ്. ഇത് നിങ്ങൾക്ക് തന്നെ ചെയ്യാനാണ്. 3n - 2 എന്ന് പറയുമ്പോൾ ആദ്യം എന്തെടുക്കണം? സോൾവ് ദ ഇക്വേഷൻ. 3n - 2 is equal to 5 വേണ്ട, 7. 3n - 2 is equal to 7. അന്നേരം ആദ്യം എന്തെടുക്കണം? -2 മൈനസ് ചെയ്ത്. എങ്ങനെ ചെയ്യുന്നത്? 3n - 2 is equal to 7. 3n - 2 is equal to 7. അന്നേരം നമ്മൾ 3n - 2 + 2 is equal to 7 + 2. 3n is equal to 9. 3n/3 9/3 is equal to n is equal to 3. ഇങ്ങനെ 3n - 2 is equal to 7. അടുത്ത 5m + 7 is equal to 70. എന്നാൽ 5m + 7 - 7 is equal to 17 - 7. ഇത് 0 കിട്ടും. 5m is equal to 17 - 7 is equal to 10. 5 ഡിവൈഡ് ചെയ്യണം അല്ലേ? അന്നേരം m is equal to 2. Third question, 20p / 3 is equal to 4. ഇതെങ്ങനെയാണ് ചെയ്യുന്നത്?
ആദ്യം 20 നമുക്ക് മാറ്റാൻ ഒക്കത്തില്ല. ഇവിടെ ആദ്യം 3 നമ്മൾ മാറ്റുക കേട്ടോ. അന്നേരം 3 ഇവിടെ ഡിവൈഡ് ചെയ്തേക്കുക. അന്നേരം നമ്മൾ എന്തെടുക്കണം, 3 മൾട്ടിപ്ലൈ ചെയ്യണം. അന്നേരം 20p/3 = 4 എന്നല്ലേ. അത് ഇക്വേഷൻ ഒന്നുകൂടെ എഴുതിയിട്ട് ഇവിടെ 3 ആദ്യം മാറ്റണം. 3 ഇവിടെ ഡിവൈഡ് ചെയ്തേക്കുക. അന്നേരം മൾട്ടിപ്ലൈ ചെയ്യും. അന്നേരം 3 3 അങ്ങ് പോയി. അന്നേരം 20p = 4 × 3 12. ഇനി എന്ത് കണ്ടുപിടിക്കണം? പി കണ്ടുപിടിക്കാൻ എന്ത് കൊടുക്കണം? 20 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 20 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ p = 12/20. നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇവിടെ നമ്മൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തെടുക്കണം? ആദ്യം ഡിവിഷൻ മാറ്റിയിട്ട് വേണം പിന്നെ മൾട്ടിപ്ലിക്കേഷന് നമ്മൾ എടുക്കേണ്ടത്. അനദർ എക്സാമ്പിൾ 3p/10 = 6. ഇത് വന്നാൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? ആദ്യം 10 മാറ്റണം അല്ലേ. എന്നാൽ 3p/10 ഡിവൈഡ് ചെയ്തേക്കുക. എന്നാൽ 10 മൾട്ടിപ്ലൈ ചെയ്യണം. 6 ഉണ്ട്, 6ൻ്റെ കൂടെ 10 മൾട്ടിപ്ലൈ ചെയ്യണം. ഇതങ്ങ് പോകും. അന്നേരം 3p = 60. ഇനി 3p/3 എന്നാൽ p = 20. p = 20. ഇനി ഇവിടെ ഒരു മൈനസ് വരുന്നുണ്ട്. -p/3 = 5 എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് കൊടുക്കണം? ആദ്യം 3 ആദ്യം മാറ്റുക. 3 ഡിവൈഡ് ചെയ്യുക. അന്നേരം -p/3 × 3 = 5 × 3. 3 പോയി. എന്നാൽ -p = 50. എന്നാൽ പിയുടെ വിലയില്ലേ കണ്ടുപിടിക്കേണ്ടത്. p = ഈ മൈനസ് ആർക്ക് കൊടുക്കാം? 15 കൊടുക്കാം. എന്നാൽ p = 50. എന്നാൽ ഇത് ചെയ്യുന്ന വിധം മനസ്സിലായല്ലോ. അനദർ എക്സാമ്പിൾ 3p/4 = 6. അന്നേരം ആദ്യം എന്ത് കൊടുക്കണം? 4 ഡിവൈഡ് ചെയ്തേക്കുക. അന്നേരം നിങ്ങൾ എന്ത് ചെയ്യണം? 3p/4 മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ എന്ത് കൊടുക്കണം? മൾട്ടിപ്ലൈ ചെയ്യണം. അന്നേരം 3p = 24. ഇതിനെ 3 കൊണ്ട് ഇതിനെയും 3 കൊണ്ട്. അന്നേരം p = 8. പിയുടെ വില എന്ത് കിട്ടും? 8 എന്ന് കിട്ടും. ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് പറയും. നിങ്ങൾക്ക് തന്നെ ഇത് ചെയ്യാനാണ് ഇത് പറഞ്ഞേക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ സ്റ്റെപ്പ് പ്രോബ്ലത്തിൽ പറഞ്ഞേക്കുന്നത് ഇവിടെ ദ സം ഓഫ് 3 times എ നമ്പർ ആൻഡ് 11 is 32. അന്നേരം ആദ്യം ഓൾജിബ്രേക്ക് എക്സ്പ്രഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചല്ലോ. എങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്? ദ സം ഓഫ് 3 times എ നമ്പർ ആൻഡ് 11 is 32. ഇങ്ങനെ ക്വസ്റ്റ്യൻ ഈസ് 32. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ സം എന്ന് പറഞ്ഞാൽ പ്ലസ്. അന്നേരം 3 times ഓഫ് എ നമ്പർ. അന്നേരം നമ്പർ എന്തായിട്ട് എടുക്കുക? നമ്പർ = x എന്ന് സങ്കല്പിക്കുക. നമ്പർ ഈസ് എക്സ് സേ. അന്നേരം 3 times എ നമ്പർ. 3 times എ നമ്പർ എന്ന് പറഞ്ഞാൽ എങ്ങനെ? 3 times എ നമ്പർ. 3 times എ നമ്പർ = ടൈംസ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു അർത്ഥം 3x. 3 times എ നമ്പർ എന്ന് പറഞ്ഞാൽ 3 × x 3x. 3 × x-നെ 3x എന്നാണ് പറയുന്നത്. ഇനി സം ഓഫ് എന്ന് വെച്ചാൽ 3x പ്ലസ് ആൻഡ് 11 ഈസ് എന്ന് പറഞ്ഞാൽ = 32. നിങ്ങൾക്ക് ഇക്വേഷൻ കിട്ടിയെന്ന് മനസ്സിലായല്ലോ. ദ സം ഓഫ് അവിടെ കിടക്കട്ടെ. ആദ്യം 3 times ഓഫ് എ നമ്പർ = 3x ആൻഡ് 11 എന്ന് പറയുമ്പോൾ 3x + 11 ഈസ് മീൻസ് = 32. അന്നേരം നമ്മൾ ആദ്യം എന്ത് കൊടുക്കണം? ഒരു ഇക്വേഷൻ ഉണ്ടാക്കണം അല്ലേ. ഇക്വേഷൻ ഉണ്ടാക്കിയിട്ട് സോൾവ് ചെയ്യാനാണ്. അന്നേരം ഇനി ഇത് സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണ്? 3x + 11 + 11. ആദ്യം +11 മാറ്റണമെങ്കിൽ എന്ത് കൊടുക്കണം? -11. അന്നേരം RHS എന്ത് കൊടുക്കണം? 11 മൈനസ് ചെയ്യണം. അന്നേരം ഇതങ്ങ് 0 ആയിപ്പോൾ. 3x = 32 ന്ന് 11 മൈനസ് ചെയ്താൽ എന്ത് കിട്ടും? 21 കിട്ടത്തില്ലേ. ഇനി 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേക്കുക. അന്നേരം ഇവിടെ 3 ഡിവൈഡ് ചെയ്യണം. ഇവിടെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അന്നേരം x = 7. അന്നേരം നമ്പർ = 7 കിട്ടുന്ന മനസ്സിലായല്ലോ. അന്നേരം ഇതൊരു സ്റ്റെപ്പ് പ്രോബ്ലത്തിൽ തന്നാൽ നിങ്ങൾ എന്ത് കൊടുക്കണം? അതിനെ ഇക്വേഷൻ ആക്കിയിട്ട് നമ്മൾ എന്ത് കൊടുക്കണം? സോൾവ് ചെയ്യണം.
Second question, find a number. Find a number such that 1/4 of the number is 1/4 of the number is 4th of the number is 3 more than 7. More than 7. അന്നേരം നമ്മൾ എന്തെടുക്കണം? ഫൈൻഡ് എ നമ്പർ എന്തായിട്ട് എടുക്കുക? ഇപ്പോൾ എക്സ് എങ്കിൽ എക്സ്, വൈ എങ്കിൽ വൈ. സേ സച്ച് ദാറ്റ് 1/4 ഓഫ് ദ നമ്പർ, നമുക്കറിയാം 1/4 ഓഫ് ദ നമ്പർ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാ. 1/4 ഓഫ് ദ നമ്പർ ഈസ് ഈക്വൽ ടു 1/4 എന്നൊക്കെ പറഞ്ഞാൽ എന്തെടുക്കണം? വൈ എവിടുത്തെ നമ്പർ? y/4. 1/4 ഓഫ് ദ നമ്പർ ഈസ് 3 more than 7. അന്നേരം 1/4 ഓഫ് ദ നമ്പർ ഈസ് y/4. ഈസ് എന്ന് പറഞ്ഞാൽ ഈസ് ഈക്വൽ ടു 3 more than 7 എന്ന് പറഞ്ഞാൽ 3 more than 7. എന്നാൽ y/4 ഈസ് ഈക്വൽ ടു 3 + 7 ഈസ് ഈക്വൽ ടു 10. The equation is y/4 is equal to 10. Therefore, ഇവിടെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തേക്കുക. എന്നിട്ട് നമ്മൾ എന്തെടുക്കണം? y/4നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 10നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എന്നാൽ 4 y ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? 40 കിട്ടി. അന്നേരം നമ്പർ ഈസ് ഈക്വൽ ടു 40. അന്നേരം നമ്മൾ ഇക്വേഷൻ ഫോം ചെയ്യണം. അത് ആൾജിബ്രൈക് എക്സ്പ്രഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് വെച്ച് നമ്മൾ ഇക്വേഷൻ ഫോം ചെയ്യണം. എന്നാൽ 1/4 ഓഫ് ദ നമ്പർ ഈസ് y/4. നമുക്കറിയാം 1/4 ഓഫ് ദ നമ്പർ ഈസ് മീൻസ് ഈക്വൽ ടു 3 more than 7. 3 + 7. അന്നേരം y/4 ഈസ് ഈക്വൽ ടു 10. അന്നേരം 4 ഡിവൈഡ് ചെയ്തേക്കുക. അന്നേരം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. അനദർ ക്വസ്റ്റ്യൻ, ആഡ് 4 to 8 times of a number. 8 times of a number. 8 times of a number, you get 60. You get 60. Find the number. ഇതാ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ നമ്പർ. അന്നേരം നമ്മൾ വേഗം അത് ഇക്വേഷൻ ആക്കണം. അന്നേരം ആഡ് 4, അതവിടെ കിടക്കട്ടെ. 8 times of a number. നമുക്കറിയാം 8 times of a number എന്ന് പറഞ്ഞാൽ നമ്പർ എന്തായിട്ട് എടുക്കുക? നമ്പർ ഈസ് ഈക്വൽ ടു എക്സ് ആയിട്ട് എടുത്താൽ 8 ടൈംസ് ഓഫ് എ നമ്പർ എന്ന് പറഞ്ഞാൽ 8x. ആഡ് 4. യു ഗെറ്റ് എന്ന് പറഞ്ഞാൽ ഇസ് ഈക്വൽ ടു 60. അന്നേരം ആഡ് 4 ടു 8 ടൈംസ് ഓഫ് എ നമ്പർ. നമ്പർ ഈസ് ഈക്വൽ ടു 8. 8 ടൈംസ് ഓഫ് എ നമ്പർ ഈസ് 8x. 8x plus 4, you get 60, means is equal to 60. അന്നേരം ആദ്യം നമ്മൾ എന്തെടുക്കണം? +4 മാറ്റണം അല്ലേ? അന്നേരം 8x + 4 - 4, 60 - 4. ഇത് പോകുമ്പോൾ 0 കിട്ടുമല്ലോ. 80x is equal to 56. x is equal to 56. ഇവിടെ നമ്മൾ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ? ഇവിടെ 8x, ഇവിടെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്തു, ഇവിടെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അന്നേരം x ഈസ് ഈക്വൽ ടു 56/8 ഈസ് ഈക്വൽ ടു 7. കിട്ടിയല്ലോ, എക്സിൻ്റെ വില കിട്ടിയല്ലോ 7. അന്നേരം ആഡ് 4 to 8 ടൈംസ് എന്ന് പറഞ്ഞാൽ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? 8 ടൈംസ് എന്ന് പറയുന്നത്. ഇപ്പം ടോയ്സ് എന്ന് പറഞ്ഞാൽ എന്തെടുക്കും? ടോയ്സ് എന്ന് പറഞ്ഞാൽ എന്തും അർത്ഥം? 2 ടൈംസ് എന്നർത്ഥം കേട്ടോ. ടോയ്സ്. ത്രൈസ് എന്ന് പറഞ്ഞാൽ എന്താ? ത്രൈസ് ഈസ് ഈക്വൽ ടു 3 ടൈംസ്. എന്നാൽ ടൈംസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്തെടുത്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ടൈംസ് എന്ന് പറയും. അന്നേരം ഇന്ന് നമ്മൾ ഇത്രയും നമ്മൾ ഈ ഇക്വേഷനെ പറ്റി ഇതുവരെയുള്ള ഇതെല്ലാം നിങ്ങൾ നോക്കണം. All the children are advised to watch this video once again and write the answers to all the questions. Write the answers to all the questions in your notebooks. Bye.